ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ ബിസിയുള്ള ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ മുറ്റമൊക്കെ ഉണ്ടല്ലോ, ആകെ മുഷിഞ്ഞ് കിടക്കായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഒരു നാച്ചുറൽ സ്റ്റോണാണ് മുറ്റത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4 സൈഡും ഇങ്ങനെ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അറിയാമല്ലോ, ഈ ജോയിൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവെള്ളവും വെയിലൊക്കെ അടിച്ചിട്ട് പൊടിയും വെള്ളവും ഒക്കെ ആയിട്ട് ഒരു പൂപ്പലുണ്ടാവും ആ വിടവിലൊക്കെ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് എല്ലാം സെറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതിന് വിടവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് കഴുകിക്കളയാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂലുപയോഗിച്ചിട്ട് അടിച്ച് കഴുകിക്കളയാം. പക്ഷേ ഇതിൽ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ പൂപ്പലും അഴുക്കൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴുകി വൃത്തിയാക്കാൻ ഇത്തിരി പ്രയാസം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് കുമ്മായം എടുക്കും. കുമ്മായം നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്കെടുത്ത് വാരി വിതറാം കേട്ടോ. എന്നിട്ട് ഒരു 6 ഇഞ്ച് നീളത്തിൽ ഒരു ബ്രഷ്, ഇതുപോലത്തെ ബ്രഷ് തന്നെയായിരിക്കണം കേട്ടോ. അല്ലാണ്ട് നമുക്ക് വേറെ ഏത് മോഡൽ ബ്രഷ് മേടിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ഈ സ്റ്റോണിൻ്റെ വിടവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലെ പൂപ്പൽ കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ നൈസായിട്ടുള്ള നാരുള്ള ബ്രഷ് ആയിരിക്കണം. അപ്പം ഞാൻ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രഷിന് ഏതാണ്ട് 150 രൂപയായി. പിന്നെ ഇതൊരു ഇരുമ്പിൻ്റെ ബ്രഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ബ്രഷ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. പണ്ട് ഞാൻ ഇവിടെ കഴുകാനൊക്കെ ആയിട്ട് ഒരു വാക്യൂം ക്ലീനർ മേടിച്ചിരുന്നു. പക്ഷേ അത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നു. വാക്യൂം ക്ലീനർ ആകുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അതിന് ഒരു ചെറിയ നിസ്സാര കംപ്ലയിൻറ്റ് വന്നാൽ അത് അടിച്ചു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ടാണ് ഉള്ള പരിപാടിയാണ് കേട്ടോ എനിക്കുള്ളത്. ബ്രഷ് ആകുമ്പോൾ നമുക്ക് എല്ലാ ചെളിയും നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ കുറച്ച് നേരം കുനിഞ്ഞ് നിന്ന് ഒരച്ചൊരച്ച് വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുനിഞ്ഞ് നിന്ന് നമ്മൾ ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നടുവിനൊക്കെ നല്ലൊരു ബലവും കിട്ടും. നമുക്ക് മൊത്തത്തിൽ ബോഡിക്കൊക്കെ ഒരാരോഗ്യം കിട്ടും എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ മാത്രമാണ് കേട്ടോ വൃത്തിയാക്കുന്നുള്ളൂ. ബാക്കിലോ സൈഡിലോ ഒന്നും ഞാൻ വൃത്തിയാക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ജോയിൻസ് ഉള്ള നാച്ചുറൽ സ്റ്റോൺ ഇടുന്ന ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ജോയിൻസിൽ ഇരിക്കുന്ന അഴുക്ക് വൃത്തിയാക്കി കളയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മിക്കവരും ഈ ജോയിൻസിലൊക്കെ പുല്ല് വയ്ക്കുന്നത്. ഇവിടെ പുല്ല് വച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പുല്ല് വച്ചാൽ തന്നെയും ഇതിൻ്റെ മേലെ കറക്റ്റ് ഫിനിഷിങ്ങും അല്ലാത്തത് കൊണ്ട് പിന്നെയും പൊടി വന്ന് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ മേലെ. അപ്പോഴും നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല തിളങ്ങിയിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആകുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല കേട്ടോ. പഴക്കിരുന്നാലും നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കൂട്ടുകാരെ. ഞാനിവിടെ കുമ്മായപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അഴുക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ കുമ്മായം വെള്ളത്തിൽ ചേർത്തോ അല്ലാണ്ടോ ചേർത്തോ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ എന്ത് പൂപ്പലോ എന്ത് തരം അഴുക്കുണ്ടെങ്കിലും ഇളകി ഇങ്ങനെ പെട്ടെന്ന് പോരും. അതിപ്പോൾ നമ്മൾ തെന്നി കിടക്കുന്ന ഒരു പ്രതലത്തിൽ കുറച്ച് കുമ്മായം ഇട്ടിട്ട് അടിച്ച് കഴുകുകയാണെങ്കിലും ആ തെന്നലൊക്കെ അവിടെ മാറി നല്ല തിളങ്ങി വരും കേട്ടോ. അത് ഈ മോഡൽ സ്റ്റോണിൽ മാത്രമല്ല, അതിപ്പോൾ നമ്മൾ ഏത് ആർട്ടിഫിഷ്യൽ സ്റ്റോണിലാണെങ്കിൽ പോലും നമുക്ക് കുമ്മായം ഇട്ടിട്ട് വൃത്തിയാക്കി കളഞ്ഞാലുണ്ടല്ലോ. ഇപ്പോൾ ഒരു വെറുതെ ഒരു സിമെൻറ്റ് പ്രതലത്തിലാണെങ്കിലും തെന്നലുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെന്നലൊക്കെ മാറി നല്ല നീറ്റായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ വേഗത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇതിൽ നിന്ന് എത്രത്തോളം അഴുക്ക് ഇളകി പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുമ്മായപ്പൊടി ഇട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഈ സ്റ്റോൺ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാമറ തൊട്ടടുത്ത് വച്ച് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ, വീട്ടിൽ ഇതുപോലത്തെ നാച്ചുറൽ സ്റ്റോണൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാച്ചുറൽ സ്റ്റോണിന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പൂപ്പലില്ലാത്ത വീടുകളില്ലല്ലോ. ഇപ്പോൾ മതിലേലാണെങ്കിലും മുറ്റത്ത് ഇപ്പോൾ കോൺക്രീറ്റ് പ്ലേസിലാണെങ്കിൽ പോലും പൂപ്പൽ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് വൃത്തിയാക്കാൻ നമുക്ക് കുമ്മായം തന്നെ ശരണം കേട്ടോ. അപ്പോൾ അത് ചുമ്മാ വാരി വിതറിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചോ നമുക്ക് പൂപ്പൽ എവിടെയാണോ ഉള്ളത് അവിടെ ഇട്ടിട്ട് ഒന്നൊരു ബ്രഷ് വെച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കിയാൽ അത് ഈസി ആയിട്ട് തന്നെ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയാട്ടോ ഈ സ്റ്റോണൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഈ സ്റ്റോണൊക്കെ നന്നായിട്ട് പളപളാന്ന് തിളങ്ങിയിരിക്കും. ഈ നാച്ചുറൽ സ്റ്റോൺ മാത്രമല്ല, അതിപ്പോൾ ഏത് ടൈപ്പ് സ്റ്റോൺ ആണെങ്കിൽ പോലും അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുമ്മായപ്പൊടി തന്നെ ശരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുമ്മായപ്പൊടി വീട്ടിൽ മേടിച്ച് വെച്ച എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഒരു കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിലെ പായലിനും പൂപ്പലിനും എന്നേക്കും വിട ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഡ്രൈ ആക്കുമ്പോഴാണല്ലോ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ, അതായത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് നടക്കാൻ ഭയങ്കര പാടാണ് ഈ നാച്ചുറൽ സ്റ്റോൺ. അപ്പോൾ ഇതിൻ്റെ വിടവിലൊക്കെ നേരത്തെ നന്നായിട്ട് അഴുക്കും പായലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ കുമ്മായപ്പൊടി ഇട്ട് വാഷ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് കിട്ടിയത്. ഇതുപോലത്തെ നാച്ചുറൽ സ്റ്റോണൊക്കെ ഇട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെൻ്റെ ഒരു സിമ്പിൾ ക്ലീനിങ് ട്രിക്ക് വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.